ഹലോ, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കേട്ടോ. ഇന്നാണ് കേന്ദ്രീയ വിദ്യാലയ കടുത്തുരുത്തിയിൽ നിന്ന് ഞങ്ങൾ പിക്നിക്കിന് പോകുന്നത്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പിക്നിക്കാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പോകുന്ന കാരണം തന്നെ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കുട്ടികളും അധ്യാപകരും എല്ലാം നല്ല ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ 5 ബസ്സുകളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഓരോ ക്ലാസ്സിലെ കുട്ടികളും ഓരോ ബസ്സുകളിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പം 6ാം ക്ലാസ്സിലെ കുട്ടികൾ പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച നമ്മുടെ സ്ഥലം വന്നെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ 8:45 സ്കൂളിൽ നിന്ന് വന്നത്. 11 മണിക്കാണ് ഇവിടെ വണ്ടർലയിൽ റൈഡ്സൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നു. ആരില്ലേ? അവിടെ നിൽക്കാം അങ്ങ് പൊക്കം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു. അതിനുശേഷം വണ്ടർലയുടെ അകത്തേക്ക് കയറി. അകത്ത് നമ്മളെ റിസീവ് ചെയ്യാൻ വണ്ടർലയുടെ അപ്പു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാത്രമാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോയത്. ആദ്യം പോകുന്നപ്പോൾ ലോക്കറിലേക്കാണ്. ലോക്കറിൽ നിങ്ങളുടെ ബാഗും സാധനങ്ങളെല്ലാം ലോക്കറിനകത്ത് വെക്കണം. ഒരു സാധനങ്ങളും പുറത്ത് വലിച്ചെറിയരുത്. എല്ലാം മാറ്റി പിടിച്ച് ലോക്കറിൽ വെക്കുക. ശേഷം ഇട തീറ്റ ഹായ് പറ. മീന് തീറ്റ എടുക്കണോ? മീനവിടെ നോക്കിക്കേ. കെറിച്ചേനെ ആണ് അത്ര സീനാട്ടോ. സുഖല്ലേ വൈഷ്ണവ്? ഇത് ഞാൻ കുട്ടികളുടെ കൂടെ ഒരു റൈഡ്സിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ കുറേ റൈഡ്സിലൊക്കെ കയറി. പിന്നെ ഞാൻ കുറേ ഡിവിനെ കയറ്റാൻ വേണ്ടി കുറേ ചെറിയ കുഞ്ഞു പിള്ളേരുടെ റൈഡ്സിലൊക്കെ അവളെയും കയറ്റി കേട്ടോ.
ഇത് ഞങ്ങൾ 3D തിയേറ്ററിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 6D ഉണ്ട്. 6Dയിൽ പക്ഷേ ഡിവീനയ്ക്ക് കയറാൻ പറ്റിയില്ല, അവളുടെ ഹൈറ്റ് ചെറുതായത് കാരണം അതിൽ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ 3D ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. സത്യത്തിൽ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പലരെയും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഗ്രൂപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചാലും പല സമയത്ത് വെച്ചാണ് പലരെ കാണുന്നത്. കാരണം നമ്മൾ പല റൈഡ്സിലായിട്ട് നമ്മൾ മിക്സായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ വഴിക്ക് വെച്ച് സാറിനെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് സംസാരിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വണ്ടർലയിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഐറ്റം തന്നെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, റോളർ കോസ്റ്റർ. കുറേ കുട്ടികളൊക്കെ ഇതിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാഡം അതിൽ കയറണ്ട, പേടിച്ച് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കയറിയില്ല കേട്ടോ. ആരെയും കണ്ടു. പരീക്ഷയ്ക്ക് ജയിക്കാനാണോ? പോയി 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 ഞങ്ങളെല്ലാം പോ ചാച്ചാ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ലാൻഡ് റൈഡ്സൊക്കെ കുറേ ഫിനിഷ് ചെയ്തു. ലഞ്ചിന് ശേഷം വേണം നമുക്ക് വാട്ടർ റൈഡ്സിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിവിനിക്ക് ഞാൻ സെപ്പറേറ്റ് എടുക്കാനൊന്നും പോയില്ല, അവിടെ എന്തായാലും കൂടുതലൊന്നും കഴിക്കില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ നമ്മൾ വേവ്സിൽ ഇറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേവ്സ് എപ്പോഴും ഓണാകില്ല, അതിന് പ്രത്യേക ടൈം ഉണ്ട് കേട്ടോ. ഇതിപ്പം എനിക്ക് തോന്നുന്നു 3 PM വേവ് ആണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഇത് ഓപ്പൺ ചെയ്യും കേട്ടോ. ഇത് ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഡിവിനെ കൂടെയുള്ളതുകൊണ്ട് തന്നെ അവരെന്നെ കൂടുതൽ അകത്തേക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. അവർ റെസ്ട്രിക്റ്റ് ചെയ്യും കേട്ടോ, കുഞ്ഞുങ്ങൾ കൂടെയുള്ളതുകൊണ്ട്. എന്നാലും ഞങ്ങൾ കുറേയൊക്കെ നടുഭാഗത്തായിട്ട് പോയി. അത് ശരിക്കും എൻജോയ് ചെയ്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു പൂളിലാണെന്ന് പറയാം കേട്ടോ. ഇതൊരു ഫാമിലി പൂളായിരുന്നു. ഇവിടെ പല ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കളിച്ചിട്ടും ശരിക്കും മതിയായില്ല കേട്ടോ. കൂടുതൽ കുട്ടികളും ഇവിടെ തന്നെയായിരുന്നു. രാധിക അങ്ങനെ ഏകദേശം ഒരു 4 മുതൽ ഞങ്ങൾ കുട്ടികളെ കയറ്റാൻ തുടങ്ങി കേട്ടോ. 4 മുതൽ കയറ്റാൻ തുടങ്ങിയപ്പം ഏകദേശം 1 മണിക്കൂർ പണി വിട്ടിട്ടാണ് എല്ലാവരും ഒന്ന് കയറ്റാൻ പറ്റിയത്. കാരണം കുട്ടികളെല്ലാം കയറ്റണം, പിന്നെ ലോക്കറിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.